ഹരേ കൃഷ്ണ. നമ്മൾ ഭഗവാന് പലതും സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നിവേദ്യങ്ങൾ. കദളിപ്പഴം നമുക്ക് നിവേദ്യമായിട്ട് നൽകാൻ പറ്റും. വിദ്യാലാഭമാണ് കദളിപ്പഴം നൽകിയാലുള്ള ഗുണം. അതുപോലെ തന്നെ വെണ്ണ നിവേദ്യം നൽകി കഴിഞ്ഞാൽ എല്ലാവിധ ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും. ഇനി അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് വെള്ള നിവേദ്യവും അവൽ നിവേദ്യവും ഒക്കെ വളരെ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട്, അത് സാഫല്യം വേണം, ആഗ്രഹം നടക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചാമൃതം നിങ്ങൾ നിവേദ്യമായിട്ട് സമർപ്പിച്ചാൽ മതി. ഇനി ചന്ദനം ചേർത്ത് നടത്താൻ പറ്റുകയാണെങ്കിൽ ഉഷ്ണരോഗ ശമനം അല്ലെങ്കിൽ ചർമ്മരോഗത്തിൽ നിന്നുള്ള മോചനം, ഇതൊക്കെയാണ് നമുക്ക് ചന്ദനം ചേർത്ത് കൊണ്ട് ഉള്ള ഫലം. ഇനി ദേവീക്ഷേത്രങ്ങളിൽ മുഴുക്കാപ്പ് സമർപ്പിക്കുകയാണെങ്കിൽ, വഴിപാടായിട്ട് സമർപ്പിച്ചാൽ നിങ്ങൾക്ക് ദീർഘായുസാണ് ഫലം ഉണ്ടാവുക. ഇനി ശിവക്ഷേത്രത്തിലാണ് മുഴുക്കാപ്പ് നടത്തുന്നതെങ്കിൽ നമുക്ക് രോഗശാന്തിയും ദീർഘായുസും ആണ് ഫലം ഉണ്ടാവുക. ഇനി കാവടിയാട്ടമൊക്കെ നമ്മൾ വഴിപാടായിട്ട് സമർപ്പിക്കാറുണ്ട്. സർവ്വവിധ ഐശ്വര്യലബ്ധിയാണ്. ഇനി മുട്ടറക്കലൊക്കെയാണ്